ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഒത്തിരി ദിവസങ്ങളൊക്കെ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന്, അതായത് വെട്ടിത്തറ മുക്കി നിന്ന് സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട് ഈ നഗര സൗന്ദര്യമൊക്കെ, ഈ ഗ്രാമീണ സൗന്ദര്യമൊക്കെ? അമേരിക്കയിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഇരുന്ന് കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ അവരുടെ ആ ഗൃഹാതുരത്വം വളരാൻ വേണ്ടിയാണിത് ഇടുന്നത്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ്? കൊള്ളാമോ? യെസ്. അപ്പം ഞാൻ ഇന്നിവിടെ നിന്നൊരു വീഡിയോ ചെയ്തത്. ഒത്തിരി ദിവസം കൂടി ഞാനിവിടെ വന്നതേ. മഴ വന്ന് വെള്ളം പൊങ്ങിയ പിന്നെ ഇതിനിടയ്ക്ക് വരെ വന്നിട്ടാണ് ചെയ്തത്. എന്നും വരുന്നുണ്ട്, പക്ഷേ ഈ എക്സ്ട്രീം പോയിൻറ്റിൽ എത്തുന്നില്ലായിരുന്നു. അപ്പം ഇന്നിവിടെ വന്ന് നിങ്ങളൊക്കെ സംവദിക്കാൻ ഒരു സന്തോഷം തോന്നി. ഓക്കെ, നല്ല ഭംഗിയല്ലേ? അവിടം വരെ പോകാൻ പറ്റുമോ ഇതിലെ? ആണോ? ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് കേട്ടോ, അദ്ദേഹം മോർണിംഗ് വാക്കിന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ കൂടെ പോയി ഇതിലും ഭംഗിയുള്ള സ്ഥലമാണ്, നമുക്കൊന്ന് നോക്കാം. നല്ല ഭംഗിയല്ലേ? ഓക്കെ ചേട്ടാ, താങ്ക് യു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയം നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം, കൊച്ചു കേരളം ഭാരതത്തിനാകെ മാതൃകയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് സംസാരിക്കുന്ന വിഷയം, ഇന്നലെ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചു കാണും. ഒരു മനുഷ്യൻ, അദ്ദേഹം കടല വറുത്ത് വിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഒരു പട്ടി മാന്തി. അദ്ദേഹം മൈൻഡ് ചെയ്തില്ല, ആരോടും പറഞ്ഞില്ല. അവസാനം മേലായി ആശുപത്രി ചെന്ന് കഴിഞ്ഞ് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ പറയാം പട്ടി നോക്കിയപ്പോൾ പേ വിഷബാധ, അയാൾ മരിച്ചു. ഇതിപ്പോൾ എത്രാമത്തെ? 5 or 6 അല്ല, എത്രയോ പേര് നമ്മുടെ കേരളത്തിൽ പേപ്പട്ടി കടിച്ചും പട്ടി കടിച്ചും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പന്നി വട്ടം ചാടിയാൽ, ഒരാന കാട്ടിൽ നിൽക്കുമ്പോൾ, കാട്ടിൽ തേനെടുക്കാൻ പോകുമ്പോൾ അവരെ ഒന്ന് ഓടിച്ചാൽ ഭയങ്കര വാർത്തയാണ്. എന്തൊരു ബഹളമാണ്. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് ഉണ്ട്. ഒരു ബിൽഡിങ് ഇടിഞ്ഞു വീണു. എന്തൊരു സമരം! ആശുപത്രിക്ക് അകത്ത്, നിരോധിത മേഖലയാണ് ആശുപത്രി പരിസരം, അതിനകത്ത് സമരം ചെയ്യുക. എന്താ അതൊക്കെ? രാഷ്ട്രീയമല്ലേ ആ സമരം, അല്ലാതെ ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയാണോ? ഒരാപത്തുണ്ടായി, അവർക്ക് നല്ലൊരു കോമ്പൻസേഷൻ കൊടുക്കണം, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക. എന്തായാലും നമുക്ക് തെറ്റാണ്, പക്ഷേ ആ തെറ്റ് ശിക്ഷിക്കപ്പെടേണ്ടത് വളരെ കർമ്മനിരതനായ ഡോക്ടർമാരെയാണ്. അത് പറ്റുമോ? അപ്പോൾ വന്നത് വന്നു, മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം, അതാണ് വേണ്ടത്. അതോടൊപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്, ഈ പേപ്പട്ടികളെയും അലിഞ്ഞിരിഞ്ഞ പട്ടികളെയും നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. നമ്മൾ ജനങ്ങൾ